എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മുട്ടപ്പനും ആ കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും ഇപ്പോൾ ആ വില്ലന്മാരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് ഓൾമോസ്റ്റ് ആ എൽഡറിന്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ മുട്ടപ്പന് ദൂരത്തായിട്ട് വലിയൊരു പിരമിഡ് അത് കാണിച്ചു കൊടുക്കും. അവിടെയാണ് എൽഡറിന്റെ വീട്. ഉടനെ മുട്ടപ്പനാണെങ്കിൽ കുഞ്ഞിപ്പയ്യനെ അവിടേക്ക് കൊണ്ടുവരും. മുട്ടപ്പൻ ചുറ്റും നോക്കും. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ആ വീടുള്ളത്. മുട്ടപ്പനാണെങ്കിൽ ആ കാര്യം അവനോട് ചോദിക്കും. ഇത് വളരെ എളുപ്പത്തിൽ ശത്രുക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ലേ? ഒരുപക്ഷെ ശത്രുക്കൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുമോ? കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഭയത്തോടു കൂടെ താഴെ ഇറങ്ങും. എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വിശ്വാസം എൽഡറിനും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായാലും സേഫ് ആയിരിക്കും. അവരത് പറയുന്ന അടുത്ത നിമിഷം ആ ഒരു വീടിൻ്റെ ഡോറ് അത് ഓപ്പൺ ആവും. ഒരു സോൾജിയർ ആണെങ്കിൽ പുറത്തേക്ക് വരും. മുട്ടപ്പനാണെങ്കിൽ കാണുമ്പോൾ വിക്കലയായിരിക്കും ഓർമ്മ വരിക. അസിസ്റ്റന്റ് സോൾജിയർ ആണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിപ്പയ്യനോട് പറയും, നിനക്കും ഈ പയ്യനും വേണ്ടിയാണ് എൽഡർ ഇത്രയും സമയം കാത്തിരുന്നത്. നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് ഓൾറെഡി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാര്യങ്ങളെല്ലാം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം നീ അദ്ദേഹത്തെ മീറ്റ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് കുഞ്ഞിപ്പയ്യനും നമ്മുടെ മുട്ടപ്പനും അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു വരും. പിന്നീട് അവർ ഫ്ലൈ ചെയ്ത് മുകളിലേക്ക് വരികയാണ്. ഇവിടെ മുട്ടപ്പനാണെങ്കിൽ എൽഡറിനെ കണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. ഒരു ആചാനുബാഹുവായിട്ടുള്ള വലിയൊരു രൂപം. ആ ഒരു എൽഡർ ആണെങ്കിൽ ഇപ്പൊ മുട്ടപ്പനോട് പറയും, നീയല്ലേ ഭൂമിയിൽ നിന്ന് വന്ന ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ച ആ ഒരു സോൾജിയർ. ഈ കുഞ്ഞിനെയെങ്കിലും ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നതിൽ എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. അതിന് മുട്ടപ്പനാണെങ്കിൽ തലയൊക്കെ തലോടി, ഇല്ല ഇല്ല, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമാണ്. എത്രയും വേഗം നിങ്ങൾ എല്ലാവരും സേഫായ ഭാഗത്തേക്ക് പോകണം. ആ വില്ലന്മാര് ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്യുകയാണ്. അതിനാ എൽഡർ പറയും, അതെ, കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. സിറ്റുവേഷൻ വളരെ മോശമാണ്. കട്ട് ചെയ്താ ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഗ്രാവിറ്റി അത് 50 ആയിട്ട് വർദ്ധിച്ച് 50 ആക്കി വർദ്ധിപ്പിച്ച് പോരിഞ്ഞ പോരാട്ടം. ഗോകു ആണെങ്കിൽ ഒരുപാട് നേരം ട്രെയിനിങ് എടുത്ത് താഴേക്ക് വീഴും. ഹാവു, ഞാൻ ഒത്തിരി നേരം ട്രെയിനിങ് എടുത്ത് ഇപ്പോൾ 50 വരെ എത്തിച്ചു. ഈ ഒരു പവർ കൊണ്ട് വില്ലന്മാരുമായിട്ട് മല്ലിടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എൽഡർ ആണെങ്കിൽ മുട്ടപ്പനോട് പറയും, അവരെല്ലാവരും തെറ്റായ ആഗ്രഹത്തോടു കൂടെയാണ് ഇവിടേക്ക് വന്നത്. ഈ ഡ്രാഗൺ ബോൾ എടുത്ത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അത് നേടിയെടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഞങ്ങൾ ഒരു കാരണവശാലും തെറ്റായ കൈകളിലേക്ക് ഈ ഡ്രാഗൺ ബോൾസ് വിട്ടുകൊടുക്കില്ല. ഈ ഡ്രാഗൺ ബോൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ വംശത്തിന്റെ ഏക റെസ്പോൺസിബിലിറ്റി. ഒരു മിനിറ്റ് വെച്ച് ഞങ്ങളുടെ ഫാമിലി എല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിൽ ഒരുപാട് വിഷമമുണ്ട്. അതിന് മുട്ടപ്പം പറയും, നിങ്ങളോടുള്ള സർവ്വ റെസ്പെക്റ്റോടും കൂടെ ഇത് പറഞ്ഞോട്ടെ, നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള ആ ഡ്രാഗൺ ബോൾ അതെന്നെ ഏൽപ്പിക്കാമോ? ഞങ്ങളുടെ ഇപ്പോൾ ആ ഡ്രാഗൺ ബോൾ അത് കിട്ടിയേ പറ്റൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തെറ്റായ കാര്യത്തിനോ തെറ്റായ ആൾക്കാരുടെ കയ്യിലേക്കോ ആ ഡ്രാഗൺ ബോൾ പോവില്ല. അതിനാ എൽഡർ ചോദിക്കും, ഓ, നീയും ഈ ഡ്രാഗൺ ബോളിന് വേണ്ടി തന്നെയാണല്ലേ ഇവിടേക്ക് വന്നത്? അതിനാ കുഞ്ഞിപ്പയ്യൻ പറയും, അവര് തെറ്റായ ആവശ്യത്തിനല്ല, മറിച്ച് ചാൻസ് മൂലം അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ഫ്രണ്ട്സിനെ തിരികെ പിടിക്കാനാണ് ഈ ഒരു ഡ്രാഗൺ ബോൾ. അവരെല്ലാവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സയാൻസിനെയും വില്ലന്മാരെയും എല്ലാവരെയും അവരിവിടുന്ന് ചോദിക്കും. അത് നമുക്ക് വലിയ ബെനിഫിറ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഗ്രഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. എൽഡർ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം മൊട്ടപ്പനെ അടുത്തേക്ക് വിളിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അടുത്തേക്ക് വന്ന് നിൽക്കും. എൽഡർ അവന്റെ തലയിൽ ടച്ച് ചെയ്യും. നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അറിയണമെന്നുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. കാമി വർഷങ്ങൾക്ക് മുൻപ് നക്ഷത്രങ്ങളെല്ലാം വെട്ടിച്ച് കാമി അവൻ ആ ഒരു പേടകത്തിൽ ഭൂമിയിലേക്ക് എത്തിയതും പിന്നീട് ബുദ്ധിമാനായ കാമി ആ ഡ്രാഗൺ ബോൾ ക്രിയേറ്റ് ചെയ്തതും അതിനുശേഷം അവന്റെ ബോഡിയിൽ പിക്കലോ എന്ന് പറയുന്ന ഒരു ദുഷ്ടശക്തി അത് ക്രിയേറ്റ് ആയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കും. നമുക്കേൻ പാരമ്പര്യം അത് രണ്ടായിട്ട് പിരിഞ്ഞുപോയി. കാമി അവൻ നല്ലവനും പിക്കലോ അവൻ മോശവും. പിക്കലോ അവൻ നല്ലവനായിരുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അവനെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നേനെ. പക്ഷെ കുഴപ്പമില്ല, എന്തെങ്കിലും പോസിറ്റീവായ കാര്യം നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോട്ടപ്പ, നിന്റെ ലക്ഷ്യം അത് ഞാൻ മനസ്സിലാക്കി. അത് തീർത്തും നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതുകൊണ്ട് തന്നെ ഈ ഡ്രാഗൺ ബോൾ ഇന്നു മുതൽ നിനക്ക് സ്വന്തമാണ്. ഉറപ്പായ കൈകളിൽ ഇത് എത്താനായിട്ട് പാടില്ല. നിന്റെ ലക്ഷ്യം ഇതുപയോഗിച്ച് നിന്റെ ഫ്രണ്ട്സുകളെ തിരികെ കൊണ്ടുവരാനല്ലേ? പക്ഷെ അത് അത്ര വേഗം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് അതാ സയാൻസിന്റെ കയ്യിലാണ്. സോ എനിക്കിനി ഒരുപാട് കാലം ജീവിച്ചിരിക്കാനായിട്ട് കഴിയില്ല. ഒരുപാട് പ്രായമായി. സോ ഞാൻ ഇല്ലാതാവാൻ പോവാണ്. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ ബോൾസും താനെ ഇല്ലാതാവും. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ കഴിയൂ. അതിന് മുട്ടപ്പനാണെങ്കിൽ ആ ഡ്രാഗൺ ബോളിലേക്ക് നോക്കി പറയും, എന്റെ ആഗ്രഹം നടന്നിട്ടില്ല എങ്കിലും ആ സയൻസിന്റെ ആഗ്രഹം നടത്താനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഞാൻ വാക്ക് തരുന്നു, ഈ ഡ്രാഗൺ ബോൾ ഒരു കാരണവശാലും അവരുടെ കയ്യിൽ എത്തില്ല. ആ എൽഡർ ആണെങ്കിൽ മുട്ടപ്പനെ അടുത്തേക്ക് വിളിക്കും. എനിക്ക് നിന്റെ ശക്തി കൂട്ടാനായിട്ട് കഴിയും. നിന്റെ ഉള്ളിനുള്ളിൽ ഒരുപാട് ശക്തിയുണ്ട്. അതെല്ലാം തന്നെ ലോക്ക്ഡ് ആയിരിക്കുകയാണ്. അത് അൺലോക്ക് ചെയ്ത് നിന്നെ ഞാൻ കൂടുതൽ പവർഫുൾ ആക്കാമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ മുട്ടപ്പന്റെ തലയിൽ കൈവച്ച് അവന്റെ പവർ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്.
മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ തുള്ളിച്ചാടും. എൻ്റെ പവർ അത് പഴയതിലും 10 മടങ്ങായി വർദ്ധിച്ചു. അതുകൊണ്ട് അത് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ പവർ അത് കുറയ്ക്കാനായിട്ടും കൂട്ടാനായിട്ടും പറ്റുമോ? അതിനാൽ എൽഡർ പറയും, കുറയ്ക്കാൻ കഴിയില്ല, പക്ഷേ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് എനിക്ക് അവരുടെ പവറുകൾ അത് കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ എൽഡറിനോട് റിക്വസ്റ്റ് ചെയ്യും, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ കുഞ്ഞാണ്, നമ്മളുടെ ടീമിലുള്ളവനാണ്, അവൻ വളരെ നല്ലവനാണ്, അവൻ എന്നെ കഴിഞ്ഞും പവറുണ്ട്. അങ്ങയുടെ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനും അവൻ്റെ പവർ അത് ഇരട്ടിയാക്കാം. അതിനാൽ എൽഡർ ആണെങ്കിൽ ആ പയ്യനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് മൊട്ടപ്പനാണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ അത് കയ്യിലെടുക്കും. അതിനുശേഷം ഇപ്പം ആ എൽഡറിനോട് അനുവാദം ചോദിക്കും, ഞാൻ എത്രയും വേഗം എൻ്റെ ഫ്രണ്ട് ഗോഹാനുമായിട്ട് ഇവിടേക്ക് വരാം. ഈ ഡ്രാഗൺ ബോൾ ശരിക്കും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. അതിനാൽ എൽഡർ പറയും, തീർച്ചയായിട്ടും നിനക്കത് കൊണ്ടുപോവാം. ഇനി ഇവിടുത്തെ വിധി അത് നിങ്ങളുടെ കയ്യിലാണ്. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ പയ്യനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് പുറത്തേക്ക് നല്ല സ്പീഡിൽ പറന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ആ ഒരു ഡ്രാഗൺ ബോൾ കിട്ടി. മാത്രമല്ല അവന്റെ പവർ ഇപ്പോൾ 10 മടങ്ങായിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ആ ഒരു അസിസ്റ്റന്റ് സയാനെ കാണിക്കും. അവനാണെങ്കിൽ മുൻപ് ചിന്ന സയാൻ നശിപ്പിച്ചു കളഞ്ഞ ആ ഒരു വില്ലേജിലേക്ക് വരികയാണ്. അവൻ ചുറ്റും നോക്കും, ആ വില്ലേജ് അതാരോ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഓ നോ, ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടേ ഇല്ല. സോ ഞങ്ങൾക്ക് മുൻപ് ആരോ ഇവിടേക്ക് വന്ന് വില്ലേജ് അത് തകർത്തു. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാണെങ്കിൽ ഇപ്പോഴും ജീവനുണ്ട്. അവൻ ചിന്ന സയാൻ അവൻ ആ ഡ്രാഗൺ ബോൾ വെള്ളത്തിലേക്ക് ഇടുന്നത് കറക്റ്റായിട്ട് കണ്ടതാണ്. എങ്ങനെയെങ്കിലും ആ ഡ്രാഗൺ ബോൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ എഴഞ്ഞഴഞ്ഞ് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ആ ഒരു അസിസ്റ്റന്റ് സയാൻ അവൻ അവിടേക്ക് വരിക. സത്യം പറയും, ഇവിടെ എന്താ സംഭവിച്ചേ? നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ അതെവിടെ? അതിനവൻ പറയും, ഞങ്ങളെ ഒരു സയാൻ ആക്രമിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ അതവൻ തട്ടിയെടുത്ത് കൊണ്ടുപോയി. അത് കേട്ട അസിസ്റ്റന്റ് അവൻ ടെൻഷനാവും. തീർച്ചയായിട്ടും ഇതാ ചിന്ന സയാൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഡോക്ടറൊന്നും അല്ലാന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്ത് ഇപ്പൊ അവനോട് നിന്ന് കടന്നു പോകും. അതേസമയം ഇവിടെ ആ മുടിയൻ സയാൻ അവനാണെങ്കിൽ ഫ്രൈസയുടെ അടുത്തേക്ക് കടന്നു വന്ന് അവനോട് പറയും, 6ാമത്തെ ഡ്രാഗൺ ബോൾ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ആ ഒരു ചിന്ന സയാൻ അവനെ ഞാൻ അറ്റാക്ക് ചെയ്തു. ഫ്രൈസ ആണെങ്കിൽ അത് കേട്ട് ഹാപ്പി ആവും. വാവ്, അത് ശരിക്കും ഒരു നല്ല ന്യൂസ് തന്നെയാണ്. അവൻ മരിച്ചുവെന്ന് ഉറപ്പായോ? അതിനാ മുടിയൻ പറയും, അതെനിക്ക് ഉറപ്പില്ല, പക്ഷേ അവൻ ജീവിക്കാൻ ചാൻസ് കുറവാണ്. അവൻ്റെ മോൺസ്റ്റർ ഫോമിലേക്ക് മാറിയിട്ടാണ് അവനെ അറ്റാക്ക് ചെയ്തത്. ഒരുപാട് ഇമ്പാക്റ്റ് അവൻ്റെ ബോഡിയിൽ ഏറ്റു. മാത്രമല്ല അവസാനമായിട്ട് അവൻ ആ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. ഇതാണെങ്കിൽ അത് കേട്ട് കൂടുതൽ ചിരിക്കും. അപ്പോൾ നീ വെള്ളത്തിലിറങ്ങാൻ മടിയുള്ളത് കൊണ്ട് അവൻ മരിച്ചോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തില്ല അല്ലേ? ഇതിൽ എന്നോട് ചോദിക്കാൻ നീ ഇത്രയും വലിയ മണ്ടത്തരം ചെയ്തതിന് നിന്നെ പണിഷ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഒരു ഡ്രാഗൺ ബോൾ അത് അവൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതുണ്ട് എങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ എത്രയും വേഗം നീ അവിടേക്ക് പോയി അവനെ കണ്ടെത്തണം. ആ ഡ്രാഗൺ ബോൾ അതെനിക്ക് കിട്ടിയേ പറ്റൂ. ഉടനെ ആ മുടിയനാണെങ്കിൽ ആപ്പ് പറഞ്ഞ് അതിന് തയ്യാറാവും. ആ സമയം ഫ്രീസി ആണെങ്കിൽ അവനോട് ചോദിക്കും, എനിക്ക് മറ്റു 2 പവർ കൂടെ സെൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഭൂമിയിൽ നിന്ന് ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുമോ? പിന്നെ ആ മുടിയൻ പറയും, അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എനിക്ക് അൺയൂഷ്വൽ ആയിട്ട് ഒന്നും തന്നെ സെൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് ഫ്രൈസ പറയും, നമ്മുടെ മുൻപിൽ ടൈമില്ല. 5 ദിവസം കൊണ്ട് ബാക്കിയുള്ള ഡ്രാഗൺ ബോൾ എല്ലാം തന്നെ എനിക്ക് കിട്ടണം. എത്രയും വേഗം എൻ്റെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം. ഈസി ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റന്റ് അവൻ കടന്നു പോകുന്നത് നോക്കി നിൽക്കും. അതിനുശേഷം ഒരു സെക്കൻഡ് ചിന്ന സയാനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഓ നോ, അവൻ ശരിക്കും വളരെ പവർഫുൾ ആണ്, പക്ഷെ എന്നെ തോൽപ്പിക്കാനൊന്നും അവനെ കൊണ്ടാവില്ല. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് നേരം ട്രെയിനിങ് എടുത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ക്ഷീണിച്ച് കിടന്നുറങ്ങാണ്. അവൻ പതിയെ കണ്ണു തുറക്കും, എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ ഗ്രാവിറ്റി ഒരുപാട് കൂട്ടി വെച്ചതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് എഴുന്നേക്കാനായിട്ട് കഴിയുന്നില്ല. അതേസമയം ഇവിടെ ചിന്ന സയാൻ അവനാണെങ്കിൽ പതിയെ ഇഴഞ്ഞ് മുൻപോട്ടേക്ക് നീങ്ങുകയാണ്. ഉടനെ ആ മുടിയൻ സയാനാണെങ്കിൽ അവനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവൻ്റെ അടുത്തേക്ക് വരും. ഓ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടും അവൻ ഇപ്പോഴും ജീവനുണ്ട്. എന്തായാലും കുഴപ്പമില്ല, എത്രയും വേഗം ഇവനെ ഫ്രീസയുടെ മുൻപിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ ഗോഹാൻ അവനാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് ആരംഭിക്കും. ഉടനെ ബുൽമയാണെങ്കിൽ അവളുടെ റഡാറ് ഇപ്പോ ഗോഹാന് കാണിച്ചു കൊടുക്കും. നീ ഇത് കാണുന്നുണ്ടോ? ഒരു ഡ്രാഗൺ ബോൾ അത് നമ്മളെ രക്ഷയാക്കി വരികയാണ്. ഒരുപക്ഷെ മുട്ടപ്പൻ അവനായിരിക്കോ ആ ഒരു ഡ്രാഗൺ ബോളുമായിട്ട് ഇവിടേക്ക് വരുന്നത്. അതിന് ഗോഹാൻ പറയും, അവൻ തന്നെയായിരിക്കും. ആ എൽഡറിന്റെ കയ്യിൽ നിന്ന് അവനത് ലഭിച്ചിട്ടുണ്ടാവും. ഉണ്മയാണെങ്കിൽ അതിനുശേഷം ബാക്കിയുള്ള ഡ്രാഗൺ ബോൾ കൂടെ ചെക്ക് ചെയ്യാണ്. 5 ഡ്രാഗൺ ബോൾ ഒരു ഭാഗത്ത് അക്യുമുലേറ്റ് ആയിരിക്കുന്നത് അവൾ കാണും. അതുപോലെ തന്നെ വേറൊരു ഡ്രാഗൺ ബോൾ അത് അവരുടെ ഏകദേശം നിയർ ബൈ ആയിട്ട് ഇപ്പൊ കാണിക്കുകയാണ്. ഉടനെ ഗോഹാനാണെങ്കിൽ തിരിഞ്ഞു നോക്കും. ആ വിജിറ്റ ആക്രമിച്ച ആ ഗ്രാമത്തിന്റെ ഭാഗത്തായിട്ടാണ് ഒരു ഡ്രാഗൺ ബോൾ സിഗ്നൽ അത് കാണിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ ഈ ചിന്ന സയാൻ വിജിറ്റ അവനില്ല. ബൊൽമയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. എനിക്ക് തോന്നുന്നത് ആ വിജിറ്റയ്ക്ക് ആ ഒരു ഡ്രാഗൺ ബോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോഴും ആ ഡ്രാഗൺ ബോൾ അവിടെ എവിടെയോ ഉണ്ട്. അവനാണെങ്കിൽ ആ ഒരു റഡാറ് ഇപ്പോൾ ബൊൽമയുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഞാൻ എത്രയും വേഗം ആ ഒരു ഡ്രാഗൺ ബോൾ കണ്ടെത്താൻ പറ്റുമോ ശ്രമിക്കാം.
അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ആ മുടിയൻ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ചിന്നസയാനെ ബാക്ക് ടു നോർമലാക്കാൻ ശ്രമിക്കുകയാണ്. ആ അസിസ്റ്റന്റ് ആണെങ്കിൽ മുടിയനോട് പറയും ഇവന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, ബാക്ക് ടു നോർമലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മുടിയനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും എന്ത് വില കൊടുത്തും അവനെ സംസാരിപ്പിച്ചേ പറ്റൂ.